UAE-യുടെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് ഈ 2026 എന്ന് പറയുന്നത്, അതായത് അടുത്ത വർഷം വലിയ രീതിയിലുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമായിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഗതാഗത രംഗവുമായി ബന്ധപ്പെട്ട് നടപ്പിലാകാൻ പോകുന്ന ഒരു വർഷമായിരിക്കും 2026. ഇന്നിപ്പോൾ ജൈറ്റെക്സിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ വരുന്നത്, ഈ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ദുബായ് ലൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വർഷം ഏകദേശം ഒരു 2ാം ക്വാർട്ടറോടുകൂടി ഓപ്പറേഷണൽ ആകുന്നു എന്നുള്ളതാണ്. ദുബായ് ലൂപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ അംബീഷൻ തന്നെയാണ്. അതായത് ദുബായിയുടെ നഗരത്തിന്റെ 17 കിലോമീറ്ററോളം 11 സ്റ്റേഷനുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഏത് കാലാവസ്ഥയിലാണെങ്കിലും വളരെ വേഗത്തിൽ വളരെ സേഫായി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ സിസ്റ്റം വരിക. ഇതൊരു അണ്ടർഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിരിക്കും. ദുബായിയുടെ നിലവിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും എത്ര തിരക്കാണെങ്കിലും നമുക്ക് മിനിറ്റുകൾക്കകം ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയുന്ന വിധത്തിൽ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം പ്രാബല്യത്തിൽ വരിക. ദുബായിയുടെ AI സഹകരണ വകുപ്പ് മന്ത്രി ഒമർ അൽ ഒലാമയെ ഉദ്ധരിച്ചാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഡേറ്റുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. എങ്കിലും നമ്മൾ അറിയുന്നതനുസരിച്ച് ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായിട്ടാണ് നേരത്തെ തന്നെ RTA ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. അണ്ടർഗ്രൗണ്ട് ടണൽ സിസ്റ്റത്തിലൂടെയാണ് ഇത് ഫുള്ളി പ്രവർത്തിക്കുന്നത്. അതായത് ഭൂമിക്കടിയിലൂടെ ആയിരിക്കും ഇതിന്റെ ഒരു സംവിധാനം മൊത്തം പ്രാവർത്തികമാകുന്നത്. അതിലുപയോഗിക്കുന്ന വെഹിക്കിൾ അത് ടെസ്ലയാണോ, ഫോർഡാണോ, അതോ ഓട്ടോണമസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും വാഹനമാണോ എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ഡേറ്റ് വ്യക്തമല്ല, വെഹിക്കിൾ ഡിസൈൻ, സ്റ്റേഷന്റെ ഡിസൈൻ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വ്യക്തമല്ല. പക്ഷെ കഴിഞ്ഞ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിലാണ് ഇലോൺ മസ്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോ UAE-യുടെ മിനിസ്റ്റർ തന്നെ ഇക്കാര്യത്തിൽ ഒരു ടൈം ലൈനിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു. ദുബായിയുടെ ഗതാഗത രംഗത്തെ മാറ്റിമറിക്കുന്ന ദുബായ് ലൂപ്പ് അടുത്ത വർഷം 2nd ക്വാർട്ടറോടുകൂടി ഓപ്പറേഷണൽ ആകും, അതിന്റെ ആദ്യഘട്ടം ഓപ്പറേഷണൽ ആകും എന്നാണ് വ്യക്തമാക്കുന്നത്.